ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വാഹനാപകടങ്ങൾ ക്രമാതീതമായി ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് കുട്ടികൾ മദ്രസ വിട്ട് പോകുമ്പോൾ ആ കുട്ടികളുടെ ദേഹത്തേക്ക് 3 വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് ഒരു കാർ കയറി ഗുരുതരമായ പരിക്കേറ്റുള്ള ഒരു സംഭവം. അതിന്റെ CCTV ദൃശ്യം നമുക്കൊന്ന് കണ്ടുവരാം. വണ്ടി പൊന്തിച്ചാണ് കുട്ടീനെ അതിന്റെ ചുവട്ടിൽ നിർത്തത്. അതായത് മദ്രസ വിട്ടിട്ട് കുട്ടികൾ റോഡിന്റെ വളരെ സൈഡിൽ കൂടിയിട്ട് നടന്നു പോകുമ്പോഴാണ് ആ കാറ് മനഃപൂർവ്വം കയറ്റി സംഭവം പോലെയുണ്ട്. നമുക്കിപ്പോ CCTV ദൃശ്യത്തിൽ കാണുമ്പോൾ ആ രീതിയിലാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. അതായത് സൈഡിൽ പോകുന്ന കുട്ടികളുടെ ദേഹത്തേക്ക് ആ കാറ് മനഃപൂർവ്വം ഇടിച്ച് കയറ്റി എന്നുള്ള രീതിയിൽ അപകടം നടക്കാനിടയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ അപകടം സംഭവിച്ചത് എന്നതാണ്. ഇപ്പൊ സീബ്ര ലൈനിൽ കൂടിയിട്ട് സഞ്ചരിക്കുമ്പോൾ, സീബ്ര ലൈൻ എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാനും റോഡ് ക്രോസ് ചെയ്യാനും അതിൽ കൂടി പോകാനും ഒക്കെയാണ് സീബ്ര ലൈനിന്റെ ആ നിയമത്തിന്റെ രീതി അങ്ങനെയാണ്. അതിൽ കൂടിയിട്ട് പോലും ഇപ്പോൾ ഈ അപകടം സംഭവിക്കുന്നു. ഇന്ന് നടക്കുന്ന മിക്ക അപകടങ്ങളുടെ പ്രധാന കാരണം ഡ്രൈവർമാരുടെ തികഞ്ഞ അനാസ്ഥയും അശ്രദ്ധയുമാണ്. ചില ഡ്രൈവർമാർ ലക്കും ലഗാനും ഇല്ലാതെ, അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലക്കും ലഗാനും ഇല്ലാതെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിക്ക അപകടങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ റോഡിന്റെ ശോചനീയ അവസ്ഥ കൊണ്ടോ അല്ലെ മറ്റെല്ലാ രീതിയിലുള്ള കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് റോഡിന്റെ ശോചനീയ അവസ്ഥ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നത്. അതൊന്നുമല്ല, അതെല്ലാം വളരെ ലഘുവായിട്ടുള്ള കാരണമേ ഉള്ളൂ. 100 അപകടങ്ങൾ നടക്കുന്നത് നമ്മൾക്ക് വെച്ച് നോക്കുമ്പോൾ അതായത് 90 അപകടങ്ങൾ നടന്നിട്ടുണ്ടാകാം ആ ഡ്രൈവറുടെ അശ്രദ്ധയും അനാസ്ഥ കൊണ്ടുമാണ്. റോഡിൽ കൂടിയിട്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ചില ഡ്രൈവർമാർ പ്ലെയിൻ ഓടിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് പറപ്പിക്കുന്നത്. അത് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നുണ്ടെന്നോ അല്ല മറ്റുള്ള വാഹനങ്ങൾ കടന്നു വരുന്നതോ എന്നുള്ള ഒരു മനോഭാവവും ഇല്ലാതെ തികഞ്ഞ അനാസ്ഥയിൽ കൂടിയിട്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. ഇതിനൊക്കെ പ്രേരണ കൊടുക്കുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പാളിച്ച, നിയമവ്യവസ്ഥയുടെ അനാസ്ഥ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്ന പരമാവധി ശിക്ഷ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നിയമം കൊടുക്കുന്ന ശിക്ഷ വളരെ ലഘുവാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ സംസ്ഥാനത്തിലാണ് ഏറ്റവും ലഘുവായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത്. നേരെ മറിച്ച് അപകടങ്ങൾ വരുത്തിവെക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശനമായ മാതൃകപരമായ രീതി ശിക്ഷാ നടപടിയാണ് ഇവിടെ ആദ്യം വേണ്ടത്. എങ്കിൽ മാത്രമേ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളുടെ തോത് ഗണ്യമായി കുറക്കാൻ പറ്റൂ.